ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ചേമ്പ് തക്കാളിയും കൂടി കറി വയ്ക്കാം. നാടൻ നമ്മുടെ നാട്ടിലെല്ലാവരുടെയും കിട്ടും, പുറത്തുള്ളവർക്കൊന്നും കിട്ടില്ല കേട്ടോ. ഇത് ഇവിടെ നമ്മൾ കേരളത്തിലൊക്കെ ചേമ്പൊക്കെ കിട്ടാറുണ്ട്, പുറമേ ഉള്ളവർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ നാരൊക്കെ കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വൃത്തിയായി കട്ട് ചെയ്തിട്ടും കഴുകണവരുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നും കഴുകും. അപ്പോൾ നന്നായി കട്ട് ചെയ്ത് നമുക്ക് തക്കാളിയും പരിപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു കറിയാക്കാം. സിമ്പിൾ കറി. ഇതാ തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെറുതാക്കിയിട്ട്. എന്താ ഒരു ഉള്ളി, നമ്മൾ ചെറിയ ഉള്ളിയാണെങ്കിലും കുഴപ്പമില്ല, സവോളയാണെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒന്ന് ചതച്ചെടുക്കുക, നല്ല അരയരുത്, ഒന്ന് ചതച്ചെടുക്കുക. എന്താ ചേമ്പ് നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ഇതാ കുക്കറിൽ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് തുറന്ന് ഈ ചേമ്പ് തക്കാളി ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. നന്നായി വെന്തിട്ടുണ്ട് ചേമ്പ്. നമുക്ക് ഈ വെള്ളം മതി കേട്ടോ, ഈ പരിപ്പ് വേവിച്ച വെള്ളം മതി. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം ചേമ്പിൽ വെള്ളമുണ്ടാവും. ഓൾറെഡി ചേമ്പ് നമ്മൾ കഴുകിയെടുത്താലും അതിലൊരു വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ വെക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് അതിനുള്ള പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടു കേട്ടോ. ഇവിടെ എരിവ് അധികം ഇഷ്ടമല്ല, പിന്നെ ഉണ്ണിയുള്ളതല്ലേ. മല്ലിപ്പൊടി, വേണമെങ്കിൽ ഇടാം, ഞാൻ കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. വേണമെന്നില്ല, നമുക്കൊരു ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസത്തിന് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് 1/2 ടീസ്പൂണൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. നന്നായിട്ട് ആ ഉള്ളിയൊക്കെ ചതച്ചൊക്കെ ഇട്ടു കേട്ടോ. എല്ലാം കൂടി ഇളക്കിയിട്ട് നമുക്ക് അടുപ്പ് വെച്ച് വേവിക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മളെ സിമ്പിൾ ചേമ്പ് കറി റെഡി. ഒരു 2 തള തിളച്ചാൽ മതി, വേഗം. ചേമ്പൊന്ന് വാടി വേണ്ടു, അത്ര വേണ്ടു. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കറി റെഡിയാക്കാം. നല്ല സിമ്പിൾ കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ. ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ. ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം.